ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സീസണിലെ ആദ്യത്തെ ഹോം മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മാച്ചിൽ നിരാശയായിരുന്നെങ്കിലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ള ശുഭ പ്രതീക്ഷയായിട്ടായിരിക്കും ഓരോ ആരാധകനും ഞായറാഴ്ച ആ സ്റ്റേഡിയത്തിൽ പോകാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ശരിക്കും ഇവിടെ എന്തെങ്കിലും വകയുണ്ടോ? ഫോമിലായാലും ടീം കൊണ്ടായാലും മുംബൈ സിറ്റി നമ്മളെക്കാൾ ശക്തരാണ്. പക്ഷെ നമ്മളെക്കാൾ ശക്തരായ മുംബൈ സിറ്റിയെ നമ്മൾ ഇതിനു മുമ്പും കലൂർ സ്റ്റേഡിയത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഈ മത്സരം ജയിക്കാനാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുംബൈ സിറ്റിയെ തോൽപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ. അപ്പൊ തുടങ്ങിയാലോ? ഈ മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് തൊട്ട് നമ്മുടെ ഇന്റന്റ് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും. മോഹൻ ബഗാനെതിരെ നമുക്കറിയാം, നമ്മൾ 10 പേരെ ബോളിന്റെ പിന്നിൽ നിർത്തി വളരെ കംഫർട്ടബിൾ ആയിട്ട് പൊസഷൻ കൺസീഡ് ചെയ്താണ് കളിച്ചത്. പക്ഷെ ആ ഒരു അപ്രോച്ച് ഈ ഒരു മത്സരത്തിൽ എടുക്കാൻ ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഒന്ന്, നമ്മുടെ പ്ലേയേഴ്സ് അവരെക്കാളും ഫ്രഷ് ആണ്, ആ എനർജി നമ്മൾ യൂസ് ചെയ്യണം. 2, മുംബൈ സിറ്റിക്കെതിരെ ഇതുപോലൊരു ഡിഫെൻസീവ് അപ്രോച്ച് സൂപ്പർ കപ്പിൽ എടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. 3, ഇത് നമ്മുടെ സ്റ്റേഡിയം ആണ്. അവിടെ കളി കാണാൻ വരുന്ന ഓരോ ആരാധകനും അറ്റ് ദ വെരി ലീസ്റ്റ് നമ്മുടെ ടീമിൽ നിന്ന് എനർജിയും ഇന്റന്റും ഒക്കെ എക്സ്പെക്ട് ചെയ്യും. മിനിമം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അതാണ്. അതുകൊണ്ട് തന്നെ ഒരുമാതിരി ആൾക്കാരെ എല്ലാവരെയും ബോളിന്റെ പിന്നിൽ നിർത്തി ഡിഫെൻസീവ് ഗെയിം കളിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡേവിഡ് കാറ്റല മുംബൈ സിറ്റിക്കെതിരെ ഒരു ഹൈ പ്രസ് ഉപയോഗിക്കണമെന്നാണ്. മുംബൈ സിറ്റിയുടെ ആ ഒരു ഡിഫെൻസീവ് ലൈൻ അവർ ഒരുപാട് മത്സരങ്ങൾ ഒരുമിച്ച് കളിച്ച ഒരു യൂണിറ്റ് അല്ല. മാത്രമല്ല ടിറി മെഹ്താബ് എന്നീ 2 സ്ട്രോങ് ഡിഫൻഡേഴ്സിനെ അവർക്ക് ഓൾറെഡി നഷ്ടമായി കഴിഞ്ഞു. ന്യൂറോ റൈസ് ആയിക്കോട്ടെ, സാഹിൽ പൻവർ ആയിക്കോട്ടെ, പ്രസ്സിനെ ബീറ്റ് ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ കഴിവുള്ള സെന്റർ ബാക്കുകളാണെന്ന് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. കളിയുടെ തുടക്കത്തിൽ തന്നെ മുംബൈ സിറ്റിയുടെ ഡിഫൻസിനെ സെറ്റിലാവാൻ അനുവദിക്കാതിരിക്കുക. അവർക്ക് ബോൾ യോണി കൗക്കോയിലേക്കും ബ്രാൻഡനിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ആ പാസിംഗ് ലൈനുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് സമയം ബോളിൽ നൽകാതിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ മിസ്റ്റേക്ക് മുതലെടുക്കാനായാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ചാൻസ് ഉണ്ട്.